ഹലോ ഫ്രണ്ട്സ്, ക്രിയേച്ചർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിറപ്പകട്ടും ബുദ്ധിയും സൗഹൃദ സ്വഭാവവും കൊണ്ട് ലോകമെമ്പാടുമുള്ള ആളുകളുടെ മനം കവരുന്ന പക്ഷിയെയാണ്. മക്കാവോ. റെയിൻ ഫോറസ്റ്റിൻ്റെ ജ്വാലയായി അറിയപ്പെടുന്ന ഈ പക്ഷി പാരറ്റ് ഫാമിലിയിലെ ഏറ്റവും വലിയ അംഗങ്ങളിൽ ഒന്നാണ്. ഇവരെക്കുറിച്ച് വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ അറിയാം. മക്കാവോകളുടെ രൂപം നോക്കുമ്പോൾ തന്നെ ഒരു വാവ് എഫക്റ്റ് ഉണ്ടാകും. വലിയ കൊക്ക്, നീണ്ട വാൽ, റെയിൻബോ നിറങ്ങൾ എല്ലാം കൂടി ഒരുപാട് സ്ട്രൈക്കിംഗ് ആണ്. ഇവയ്ക്ക് ശരാശരിയായി 30 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. ഭാരം 300 ഗ്രാം മുതൽ 1.5 കിലോഗ്രാം വരെയും. നിറങ്ങളിൽ ബ്രൈറ്റ് റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ ഒരുപാട് കോമ്പിനേഷൻസ് കാണാം. കൊക്ക് വളരെ ശക്തമാണ്. കട്ടിയുള്ള നട്ട്സ്, സീഡ്സ് എന്നിവ പൊട്ടിക്കാൻ ഇവയ്ക്ക് എളുപ്പത്തിൽ സാധിക്കും. വാലിലെ ഫെതേഴ്സ് വളരെ നീളമുള്ളതാണ്. അത് ബാലൻസിനും മേറ്റിനെ അട്രാക്ട് ചെയ്യുന്നതിനും സഹായിക്കും. ഇവയുടെ കണ്ണിന് ചുറ്റുമുള്ള ബെയർ സ്കിൻ പാച്ചസ് സ്പീഷീസിനനുസരിച്ച് വ്യത്യസ്തമായ പാറ്റേൺസ് ഉണ്ടാകും. അതും ഇവയെ കൂടുതൽ യൂണീക്കാക്കുന്നു. മക്കാവോകളുടെ കുടുംബത്തിൽ പല മനോഹരമായ സ്പീഷീസുകളുണ്ട്. ബ്ലൂ ആൻഡ് യെല്ലോ മക്കാവോ. തെളിഞ്ഞ മഞ്ഞ നിറമുള്ള ശരീരവും തിളങ്ങുന്ന നീല ചിറകുകളുമാണ് ഇവയുടെ പ്രത്യേകത. സ്കാർലറ്റ് മക്കാവോ. ചുവപ്പ്, നീല, മഞ്ഞ നിറങ്ങളുടെ മനോഹരമായ മിക്സാണ് ഇവയ്ക്ക്. ഗ്രീൻ വിംഗ് മക്കാവോ. സ്കാർലറ്റിനേക്കാൾ വലിപ്പത്തിൽ വലുതും ചിറകുകളിൽ പച്ച നിറത്തിൻ്റെ പ്രത്യേകതയുമാണ് ഇവയ്ക്ക്. ഹയസിൻത് മക്കാവോ. ലോകത്തിലെ ഏറ്റവും വലിയ പാരറ്റ്. ഏകദേശം 1 മീറ്റർ വരെ നീളത്തിൽ ഇവ വളരും. അതോടൊപ്പം മിലിറ്ററി മക്കാവോ, സെർവർ മക്കാവോ പോലുള്ള ചെറിയ മിനി മക്കാവോസും കാണപ്പെടുന്നു. മക്കാവോകൾ വളരെ സോഷ്യൽ പക്ഷികളാണ്. സാധാരണയായി 20 മുതൽ 30 വരെ പക്ഷികൾ ഒരുമിച്ച് ഫ്ലോക്കായി ജീവിക്കും. വലിയ ശബ്ദങ്ങളായ സ്ക്രീച്ച്, സ്ക്വീക്ക് എന്നിവ ഫ്ലോക്കിലെ അംഗങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും അപകട സൂചന നൽകുന്നതിനുമാണ് ഉപയോഗിക്കുന്നത്. ഇവ അത്യന്തം ഇൻ്റലിജൻ്റ് ആണ്. ചിലപ്പോൾ മനുഷ്യൻ്റെ ശബ്ദങ്ങളും മിമിക് ചെയ്യാൻ കഴിയും. ഏറ്റവും ശ്രദ്ധേയമായത് ഇവരുടെ പെയർ ബോണ്ടിംഗ് ആണ്. ഇവർ ഒരു ലൈഫ് പാർട്ട്ണറിനെ ഒരിക്കൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരോടൊപ്പം തന്നെ ജീവിതകാലം മുഴുവൻ കഴിയുന്നതാണ്. മക്കാവോകൾക്ക് ദീർഘദൂരം പറക്കാനുള്ള കഴിവില്ല. പക്ഷേ ട്രീ കനോപ്പികളിൽ നിന്ന് ട്രീ ടോപ്പിലേക്ക് അതിവേഗത്തിൽ പറന്ന് നീങ്ങുന്നതിൽ ഇവ അതുല്യമായ കഴിവ് കാണിക്കുന്നു. മക്കാവോകളുടെ ഭക്ഷണത്തിൽ പ്രധാനമായും ഫ്രൂട്ട്സ്, നട്ട്സ്, സീഡ്സ്, ബെറീസ് എന്നിവയാണ്. ശക്തമായ കൊക്കിൻ്റെ സഹായത്തോടെ ഏറ്റവും കടുപ്പമുള്ള നട്ട് ഷെൽസ് പോലും ഇവ എളുപ്പത്തിൽ പൊട്ടിക്കും. ചില റെയിൻ ഫോറസ്റ്റ് സ്പീഷീസുകളെ ക്ലേ ബാങ്കിൽ നിന്ന് ക്ലേ കഴിക്കുന്നതായി കാണാം. അതിന് 2 പ്രധാന കാരണങ്ങളുണ്ട്. ക്ലേയിലെ മിനറൽസ് ഇവയ്ക്ക് ശക്തി നൽകുന്നു. കൂടാതെ വിഷമുള്ള പഴങ്ങളുടെ പ്രതികൂല ന്യൂട്രലൈസ് ചെയ്യാനും ക്ലേ സഹായിക്കുന്നു. മക്കാവോകളെ കൂടുതലായി കാണപ്പെടുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റുകളിലാണ്. അതോടൊപ്പം സെൻട്രൽ അമേരിക്ക, മെക്സിക്കോ, സവന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ,
വൂഡ്ലാൻഡ് കനോപ്പികൾ എന്നിവിടങ്ങളിലും ഇവ വ്യാപകമായി കാണപ്പെടുന്നു. മക്കാവോകളുടെ ബ്രീഡിംഗ് ബിഹേവിയർ വളരെ മനോഹരമാണ്. ഇവ മോണോഗമസ് ആണ്, ഒരേ ലൈഫ് പാർട്ട്ണറിനൊപ്പം ജീവിക്കുന്നു. ഇവ നെസ്റ്റിംഗ് ചെയ്യുന്നത് ഹോളോ ട്രീകളിലാണ്. ഫീമെയിൽ സാധാരണയായി 2 മുതൽ 3 മുട്ടകളിടും. ഇൻക്യുബേഷൻ സമയം സാധാരണ 24 മുതൽ 28 ദിവസം വരെ നീണ്ടു നിൽക്കും. ഈ കാലയളവിൽ ഫീമെയിൽ മുട്ടകൾക്ക് സുരക്ഷിതമായി കാവൽ നിൽക്കുന്നു. വൈൽഡിൽ മക്കാവോകളുടെ ആയുസ് സാധാരണയായി 30 മുതൽ 40 വർഷം വരെ ആയിരിക്കും. എന്നാൽ ക്യാപ്റ്റിവിറ്റിയിൽ പ്രോപ്പർ കെയർ ലഭിച്ചാൽ 50 മുതൽ 70 വർഷം വരെ ഇവ ജീവിക്കും. റെയിൻ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിൽ മക്കാവോകൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇവ സീഡ് ഡിസ്പെൻസേഴ്സായി പ്രവർത്തിച്ച് റെയിൻ ഫോറസ്റ്റ് റീജനറേഷന് സഹായിക്കുന്നു. മക്കാവോകൾ പൊട്ടിക്കുന്ന നട്ട്സ്, ഫ്രൂട്ട്സ് എന്നിവ മറ്റു ജീവികൾക്ക് ഭക്ഷണമായി മാറുന്നു. അതുകൊണ്ട് തന്നെ റെയിൻ ഫോറസ്റ്റിൻ്റെ ഇക്കോളജിക്കൽ ബാലൻസിനായി മക്കാവോകൾ അനിവാര്യമാണ്. എന്നാൽ ഇന്ന് ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ, ഇല്ലീഗൽ പെറ്റ് ട്രേഡ്, ഹണ്ടിങ് എന്നിവ കാരണം പല മക്കാവോ സ്പീഷീസുകളും ഇപ്പോൾ അപകടത്തിലുണ്ട്. ഇതിൽ സ്കാർലറ്റ് മക്കാവോ, ബ്ലൂ ആൻഡ് യെല്ലോ മക്കാവോ ലീസ്റ്റ് കൺസേൺ വിഭാഗത്തിലും ഹയാൻസിത്ത് മക്കാവോ വൾനറബിൾ വിഭാഗത്തിലും ചില മിനി മക്കാവോസ് എൻഡാഞ്ചർ വിഭാഗത്തിലും പെടുന്നു. മക്കാവോകളെ എക്സോട്ടിക് പെറ്റായി വളർത്തുന്നവർ ലോകമെമ്പാടുമുണ്ട്. ഇവ അത്യന്തം ഇൻ്റലിജൻറ്റ്, അഫെക്ഷനേറ്റ്, കൂടാതെ മനുഷ്യരുമായി നല്ല രീതിയിൽ ബന്ധം നിലനിർത്താൻ കഴിവുള്ളവരുമാണ്. എന്നാൽ ഇവയെ വളർത്തുമ്പോൾ ചില നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. ഇവ വളരെ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്ന ബേർഡ്സ് ആണ്. മാത്രമല്ല ഇവയെ വളർത്താൻ വലിയ സ്പേസ് വേണം. ഇവയ്ക്കുള്ള ഭക്ഷണത്തിന് ചിലവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബിഗിനർ പെറ്റ് ലവേഴ്സിന് മക്കാവോ സ്യൂട്ടബിൾ അല്ല. പ്രോപ്പർ കെയർ, അറ്റൻഷൻ, ബോണ്ടിങ് എന്നിവ കിട്ടിയാൽ മാത്രമേ മക്കാവോ ഒരു ഹാപ്പി കമ്പാനിയൻ ആവുകയുള്ളൂ. ഇന്ത്യയിൽ എക്സോട്ടിക് മക്കാവോ സ്പീഷീസ് ലീഗൽ രജിസ്ട്രേഷനോടെ മാത്രമേ വളർത്താവൂ. നിറപകിട്ടും സൗഹൃദ സ്വഭാവവും ബുദ്ധിയും കൊണ്ട് റെയിൻ ഫോറസ്റ്റിനെ മനോഹരമാക്കുന്ന അത്ഭുത പക്ഷികളാണ് മക്കാവോകൾ. പ്രകൃതിയുടെ ഈ നിറപ്പകിട്ടുള്ള രത്നങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനിയും ഇത്തരത്തിലുള്ള എക്സോട്ടിക് പെറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.